എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ കാൻഡി. കണ്ടാൽ തന്നെ ഇംപ്രസ്ഡ് ആയി പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ കാൻഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ്റെ ബോൺലെസ് പീസസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 വലിയ ബ്രസ്റ്റ് പീസസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് ഒരു 2 വിസിലടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ച ചിക്കൻ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ കാൻഡി ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലോട്ട് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്, അതും ചേർക്കണം. പിന്നെ ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, എല്ലാം തന്നെ നമ്മൾ എത്ര ഫൈനായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഒരു ബൗളിൽ മല്ലിയിലയും കൂടെ ചേർക്കണം. നെക്സ്റ്റ് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലയുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് മസാലയെ വേണ്ടൂ. ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ഫുൾ ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കാൻഡി ചിക്കൻ ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കാൻഡിക്കുള്ള കോട്ടിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമുള്ള ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ കാൻഡിയുടെ ഫില്ലിങ്ങിൻ്റെ ബേസായിട്ട് നമ്മൾ നോർമൽ ബ്രെഡ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കാൻഡി ഉണ്ടാക്കാൻ നമുക്ക് 2 ബ്രെഡ് വേണം. അപ്പോൾ ഞാനിവിടെ 8 ബ്രെഡിൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ട് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ബ്രെഡ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ബാക്കിയുള്ള പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ചിക്കൻ കാൻഡി അങ്ങോട്ട് റെഡിയാക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൽ നിന്ന് ഒരു റൗണ്ട് പീസ് ഞാൻ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ചീസ് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ചീസ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ചിക്കൻ കാൻഡി ഉണ്ടാക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഐസ്ക്രീം സ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമുക്കിപ്പോൾ കടയിലൊക്കെ അവൈലബിൾ ആണ്, നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് ഒരു പീസ് റൗണ്ട് പീസ് ബ്രെഡും കൂടെ വെച്ച് ഇപ്പം തന്നെ കണ്ടോ കറക്റ്റ് നമ്മുടെ കാൻഡീൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് പിടിക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് പിടിക്കണം. നമ്മൾ അമർത്തി പിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാൻഡീൻ്റെ ഷേപ്പൊക്കെ പോയിട്ട് അത് നന്നായിട്ട് വരില്ല. ഇനി നമുക്കിതിനെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കോട്ടിങ്ങിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ്ലി എല്ലാ ഭാഗത്തും കോട്ടിങ് ആവുന്ന രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഇതിനെ ബ്രെഡ് ക്രംസിലോട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാൻഡീസും കൂടെ റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ 4 ചിക്കൻ കാൻഡീസും ഫ്രൈ ചെയ്യാൻ റെഡിയാണ്. ഇനി ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് ഇതിനെ നോർമലി നമ്മൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ കാൻഡിയുടെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ നല്ലോണം ഇമ്പ്രസ്ഡ് ആവും. ആൻഡ് ഇതിനകത്ത് ചിക്കനാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവത്തും കൂടിയല്ല. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അങ്ങനെ ചിക്കൻ കാൻഡിയുടെ 2 സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമ്മൾ ശരിക്കും ഉണ്ടാക്കുന്ന ചിക്കൻ ലോലിപോപ്പ് ഉണ്ടല്ലോ, ആ ഒരു പേര് പക്ഷേ അതിനെക്കാട്ടി സൂട്ടാവുന്നത് ഈ ചിക്കൻ കാൻഡിക്കായിരിക്കും. എന്തായാലും ഇതൊരു അടിപൊളി ഡിഷാണ്. നല്ല മയോണൈസോ സോസോ ഇതൊന്നും ഇല്ലെങ്കിലും സംഭവം പൊളിയാണ്. എങ്കിലും ഒരു ആഡ് ഓണിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. നമുക്കൊരു മയോണൈസോ സോസോ ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ഞാനിത് വീട്ടിൽ 4 എണ്ണം ഉണ്ടാക്കിയിട്ട് 3 എണ്ണം കഴിച്ചു തീർത്തത് എൻ്റെ മോനാണ്. അപ്പോൾ ഗ്യാരൻറ്റീഡാണ് കുട്ടികൾക്ക് 100% ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കണം. സോ ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subhi signing off from Bytz. Bye bye.